ഹായ് ഓൾ, പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് മൊഡ്യൂൾ 7 ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു പേപ്പറും പേനയും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സമയം ഏകദേശം നിങ്ങൾ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങളും വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിചയപ്പെടാം. എഫ് ഓഫ് എക്സ് വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? എക്സ് വൈ എന്നത് 2 നോർമൽ μ1 μ2 σ1 σ2 റോ ആയാൽ റോ ഇസിക്കൽ ടു 0, ദെൻ എക്സ് വൈ എന്നിവ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 നോർമൽ എന്നൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ സംഭവം? ഈ 2 നോർമൽ എന്ന് പറയുന്നതൊക്കെ ബൈ വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേട്ട് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ബൈ വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 2 നോർമൽ μ1 μ2 σ1 σ2 റോ എന്ന് ഡിനോട്ട് ചെയ്യും. അതിൽ μ1 എന്ന് പറയുന്നത് എക്സിൻ്റെ മീൻ, μ2 എന്ന് പറയുന്നത് വൈയുടെ മീൻ, σ1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, σ2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, റോ എന്ന് പറയുന്നത് കോറിലേഷൻ കോഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇതാണ് ഇത് ബൈ വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ ഈ ക്വസ്റ്റിന് ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് റോ, അതായത് കോറിലേഷൻ കോഫിഷ്യൻ്റ് 0 മീൻസ് എന്താണ്? കോറിലേഷൻ കോഫിഷ്യൻ്റ് 0 മീൻസ് അവർ അൺകോറിലേറ്റഡ്, ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ജോയിൻ്റ്ലി ബൈവേരിയേറ്റ് നോർമൽ എന്ന് പറയുന്നത് ആ ഒരു കേസിൽ മാത്രമാണ് കേട്ടോ ഈ റോ 0 ആയാൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ഈ ജോയിൻ്റ്ലി ബൈവേരിയേറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് തന്നെയാണ്. ഇനി എന്താ, അതിൻ്റെ മാർജിനൽസ്, അതായത് ഇൻഡിവിജ്വൽ എക്സ് ആൻഡ് വൈ നോർമൽ ആയിരിക്കും. അതായത് എക്സ് വൈ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിനൽസ് നോർമൽ ആയിരിക്കും. ബട്ട് കോൺവേഴ്സ് ട്രൂ ആകണമെന്നില്ല. കോൺവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് ട്രൂ. എക്സ് വൈ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ബോത്ത് ആർ നോർമൽ, then their joint distribution is bivariate normal with a rho is equal to 0. ഓക്കെ, എക്സും വൈയും ഇൻഡിപെൻഡൻറ്റും കൂടി ആകുമ്പോഴാണ് അവരുടെ ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താകുന്നത്? ബൈവേരിയേറ്റ് നോർമൽ വിത്ത് റോ ഈസ് ഇക്വൽ ടു 0 ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് പറയുന്നത്? എക്സ് വൈ 2 നോർമൽ ആയാൽ റോ ഇസിക്കൽ ടു 0 എങ്കിൽ എക്സ് വൈ എന്നിവ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? അത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടിയോടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. സെക്കൻഡ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്നതിൻ്റെ മാർജിനൽ ഡെൻസിറ്റികൾ നോർമൽ ആയാൽ എക്സ് വൈ എന്നത് 2 നോർമൽ ആയിരിക്കും. മാർജിനൽ ഡെൻസിറ്റി നോർമൽ ആയി എന്ന് വെച്ചിട്ട് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എക്സ് വൈ എപ്പോഴും ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകണമെന്നില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് എന്താ? എക്സ് വൈ എന്നിവ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റോ ഇസിക്കൽ ടു 0 ആണ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ? റോ ഇസിക്കൽ ടു തേർഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ എക്സ് വൈ എന്നത് 2 നോർമൽ ആണെങ്കിൽ എക്സ് വൈ എന്നിവ നോർമൽ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഫോൾസ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് എന്നത് ഒരു റാൻഡം വേരിയബിളും എ എന്നത് ഒരു റിയൽ സംഖ്യയുമാണ് എങ്കിൽ ഓഫ് എക്സ് മൈനസ് എ സ്ക്വയറിൻ്റെ മിനിമം ആകാനുള്ള എ എന്താണ്?
എന്താണ്, എങ്ങനെ കാണാം? അപ്പോൾ ഇവിടെ ഇ ഓഫ് എക്സ് മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ, അതിൽ നിന്ന് എന്ത് കിട്ടും? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2a ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എ സ്ക്വയർ, ദറ്റ് ഈസ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2a ഇ ഓഫ് എക്സ്. ഇ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എ എന്താണ്? എ അല്ല, ഇ ഓഫ് എക്സ് മൈനസ് എ സ്ക്വയറിൻ്റെ വില മിനിമം ആകണം. അപ്പോൾ മിനിമം ആകാനുള്ള എ എന്താണ്? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു എ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദെൻ സെറ്റ് ടു 0. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇ ഓഫ് എക്സ് സ്ക്വയറിൽ എയുടെ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0. 2a ഇ ഓഫ് എക്സിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2 ഇ ഓഫ് എക്സ്. എയുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ. പ്ലസ് എ സ്ക്വയർ എന്താണ്? 2a, ദാറ്റ്സ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 2a ഈസ് ഈക്വൽ ടു 2 ഇ ഓഫ് എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഇ ഓഫ് എക്സ് എന്ന് കിട്ടിയില്ലേ. അപ്പം എയുടെ വാല്യൂ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി, ഇ ഓഫ് എക്സ്. ഇനി എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ആയാൽ ഇ ഓഫ് എക്സ് എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ കെ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ആണ്. അപ്പോൾ കെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? അതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ 1 ആയിരിക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി കെ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ കെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ്, അതിൽ നിന്ന് ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ബൈ മൈനസ് തീറ്റ എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അപ്പം എന്താ? മൈനസ് തീറ്റ. ഓക്കെ, അങ്ങനെ എഴുതി. ദെൻ അതിൽ നമ്മൾ ലിമിറ്റുകൾ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ കെ ഇൻറ്റു ഫസ്റ്റ് ഇൻഫിനിറ്റി ഇടുമ്പോൾ മൈനസ് തീറ്റ ഇൻറ്റു ഇൻഫിനിറ്റി. അപ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0. സോ 0 മൈനസ് 1 ബൈ തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറ്റി? കെ ഇൻറ്റു 1 ബൈ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 1. അതിൽ നിന്ന് നമുക്ക് തീറ്റ എന്നത് കെ എന്നായിട്ട് കിട്ടി. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ്. ഇനി എന്ത് ചെയ്യണം? ഇ ഓഫ് എക്സ് കാണണം. അപ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് തീറ്റ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. അതിൽ നിന്ന് തീറ്റനെ പുറത്തേക്ക് എടുത്തു. സോ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. ഈ എക്സ് ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് 1 ബൈ തീറ്റ സ്ക്വയർ ആണ്. അതൊരു ആ ഒരു റിസൾട്ട് ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? തീറ്റ ഇൻറ്റു 1 ബൈ തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ തീറ്റ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ PDF ആകാത്തത് ഏത്? ഇപ്പോൾ ജി ഓഫ് എക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് PDFൻ്റെ 2 പ്രോപ്പർട്ടീസ് അറിയാലോ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷൻ എ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എല്ലാതും എന്താ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ അത് മൊത്തത്തിൽ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. സെക്കൻഡ് ബി ഓപ്ഷനും അതുപോലെ സെയിം തന്നെയാണല്ലേ. അത് ഓരോന്നും 1/2 എന്ന് പറയാൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൻഡ് 1/2 പ്ലസ് 1/2 ചെയ്താൽ എന്താ സമ്മേഷന് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പിന്നെ ഓപ്ഷൻ സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എന്താ 1/3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൻഡ് 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ ഓപ്ഷൻ സിയും അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഓപ്ഷൻ ഡി ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരുന്നു? 1/4 ഗ്രേറ്റർ ദാൻ 0 ആണ്. ബട്ട്
അവ തമ്മിൽ കൂട്ടിയാലോ 1/4 പ്ലസ് 1/4 ചെയ്യുമ്പോൾ നമുക്ക് 2/4 ആണ്. അത് അല്ലാതെ 1 അല്ല കിട്ടുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം, എഫ് ഓഫ് എക്സ് എന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF ആയാൽ ഏതാണ് ശരി? ഓക്കെ, ഡയറക്റ്റ് ചോദ്യമാണ്. കൂടുതലൊന്നും നോക്കാനില്ല. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ആൻഡ് എക്സ് ഈക്വൽ ടു സി ഒരു സ്ഥിരസംഖ്യ ആയാൽ ഇ ഓഫ് എക്സ് എന്താണ്? അതും ഡയറക്റ്റ് ആണ്. ഓപ്ഷൻ ബി സി ആണ് ഇവിടെ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ PDF താഴെ തന്നിട്ടുണ്ട്. കെയുടെ വില എന്തെന്നാണ് ചോദ്യം. അപ്പം എന്താണ്? കെയുടെ വില കാണണം അല്ലേ? അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എടുക്കുന്നു. അപ്പോൾ 0 to 1 കെ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അതിൽ നിന്ന് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 1 അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കെ ഇൻറ്റു 1/2 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? കെ ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇ ഓഫ് എക്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 to 1 എക്സ് ഇൻറ്റു 30 എക്സ് റേസ് ടു 4 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? 0 to 1 30 ഇൻറ്റു എക്സ് റേസ് ടു 5 ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലൊക്കെ ഒന്ന് ഗുണിച്ച് എഴുതുമ്പോൾ എക്സ് റേസ് ടു 5 മൈനസ് എക്സ് റേസ് ടു 6 എന്ന് കിട്ടി. അപ്പോൾ എക്സ് റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് റേസ് ടു 6/6 ആൻഡ് എക്സ് റേസ് ടു 6ൻ്റെയോ എക്സ് റേസ് ടു 7/7. ദെൻ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ 30 ഇൻറ്റു 1/6 മൈനസ് 1/7 എന്ന് കിട്ടി. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ള് 0 ആയിട്ട് പോകുമല്ലോ. ആൻഡ് ദെൻ ഇതിൽ ഡിനോമിനേറ്ററൊക്കെ സെയിം ആക്കി എഴുതുമ്പോൾ എനിക്ക് എന്ത് വരും? 30 ഇൻറ്റു 7/42 മൈനസ് 6/42. ഓക്കെ, 6 ഇൻറ്റു 7 ചെയ്തിട്ട് അങ്ങനെ കിട്ടി. ദെൻ അതിൽ നിന്ന് എന്താ 7 മൈനസ് 6 എന്ന് പറയുന്നത് 1 ആണ്. 30യിൽ 5 ഇൻറ്റു 3 ടൈംസ് 40 5 ഇൻറ്റു 6 ടൈംസ് 42ൽ 7 ഇൻറ്റു 6 ടൈംസ് ആ 6ഉം 6ഉം വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ 5ഉം 7 എഴുതാം. ദാറ്റ് ഈസ് 5/7 നമുക്കിവിടെ ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാധ്യം, വേരിയൻസ് എന്നിവ യഥാക്രമം തന്നിട്ടുണ്ട്. 2 വിജയങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഇക്വേഷനൊക്കെ അറിയണം കേട്ടോ. അതിൻ്റെ മാധ്യം കാണാനുള്ളത് എങ്ങനെയാണ്, വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, അതൊക്കെ നോക്കാം. അപ്പോൾ മാധ്യം NP ആണ് കേട്ടോ. അപ്പോൾ NP ഈക്വൽ ടു 4 നമുക്ക് അവിടെ തന്നെ എഴുതാം. സിഗ്മ സ്ക്വയർ, അതായത് വേരിയൻസ് 4/3 ആണ്. അത് NPQ ആണ് കേട്ടോ. Q എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി. പി എന്ന് പറയുന്നത് സക്സസ് ആണെങ്കിൽ Q എന്താണ്? ഫെയിലിയർ, അതെന്താണ്? 1 മൈനസ് പി. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ NPയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ 4 ഇൻറ്റു 1 മൈനസ് പി ഈക്വൽ ടു 4/3 ദറ്റ് ഈസ് 1 മൈനസ് പി ഈക്വൽ ടു 1/3 ദറ്റ് ഈസ് പി എന്ത് കിട്ടും? 1 മൈനസ് 1/3 ദാറ്റ്സ് ഈക്വൽ ടു 2/3 കിട്ടി. അപ്പോൾ പി കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ n ഇൻറ്റു 2/3 ദാറ്റ്സ് ഈക്വൽ ടു 4 ഇംപ്ലൈസ് n ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12/2 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് 2 സക്സസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതി. എന്താണ്? NCK P⁻K Q⁻n-K എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിൽ. സോ 6C2 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പി ഇവിടെ എന്താണ്? 2/3 ആണ്. Q എന്താണ്? 1/3 ആണ്. സോ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വെട്ടിക്കളയാവുന്നതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് അവസാനം നമുക്ക് എന്ത് ആൻസർ കിട്ടും? 20/243 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ബെർണോളിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? ഇപ്പം തന്നെ പറഞ്ഞോളൂ അല്ലേ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ
കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 10 ചോദ്യങ്ങളാണ് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത മോക്ക് ടെസ്റ്റുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.